രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തെ നിങ്ങൾ ഡേ 1 തൊട്ട് ഇന്നീ വാർത്ത കേൾക്കുന്ന നിമിഷം വരെ നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് റീക്യാപ്പ് ചെയ്ത് നോക്കൂ. ഈ വാർത്ത കേൾക്കുന്നവർ കൃത്യമായ അജണ്ടയിലൂടെ അല്ലാതെ കോൺഗ്രസ് ക്യാമ്പ് അതിനെ സമീപിച്ചതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കൃത്യമായ അജണ്ടയിലൂടെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഷാഫിയും സതീശനും ആരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുണ്ടോ, പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ, അവരെല്ലാവരും രാഹുലിനൊപ്പം എന്ന് പറയേണ്ടി വരും നമുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആദ്യത്തെ പീഡനം പുറത്തു വരുന്ന അന്നു മുതൽ UDF സമ്മർദ്ദത്തിൻ്റെ പടുകുഴിയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഓരോ ആക്ഷനും അവരെടുക്കുന്നത് ഒരു പടി മുമ്പേ അല്ല, 10 പടി അവസാനിച്ചതിന് ശേഷമാണ്. പിൻപേയാണ് അവർ UDF ഈ വിഷയത്തിൽ ഓടിയത് എന്ന് പറയാതെ വയ്യ. UDF മുന്നണിയിലെ തന്നെ ഘടക കക്ഷികളുടെ പ്രഷർ കൊണ്ട് ഈ നാടിലെ മാധ്യമങ്ങൾ മുഴുവനും എടുത്ത് കൃത്യമായി ചർച്ച ചെയ്ത് UDF ക്യാമ്പിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധം രാഹുൽ പ്രതിക്കൂട്ടിലായതുകൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ രാഹുൽ UDFൻ്റെ ഒരാളായി പ്രത്യക്ഷത്തിൽ തന്നെ തുടരുമ്പോഴും നട്ടെല്ല് നിവർത്തിയ ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇനി ഒരു വേല ചെയ്യരുത്, കൃത്യമായി പുറത്താക്കിയാൽ ഔദാര്യം ചെയ്ത് ഈ പാർട്ടിയെ സേവിക്കണ്ട എന്ന് പറയാനും കഴിയുന്നില്ല. ഷാഫി പറമ്പിലിനോട് ചോദിക്കുമ്പോൾ അവസാനിപ്പിക്കണം ഈ വാക്കുകൾ എന്ന് പറഞ്ഞ് ഷാഫി ഓടുന്നു. ശ്രീകണ്ഠനോട് ചോദിക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് പോലും തരാതെ പോകുന്നു. ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ് VD സതീശനും കടന്നു കഴിഞ്ഞു പോകുമ്പോൾ എന്തിനാണ് അടൂരിലേക്ക് പോകും വഴി പഴകുളം മധുവിൻ്റെ ക്യാമ്പയിൻ വാഹനത്തിന് തൊട്ടരികിലെത്തി കൈ കൊടുത്തത് അറിയില്ല, മറുപടിയില്ല. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ UDFൻ്റെ ഓരോ ക്യാമ്പയിനുകളും ഏറ്റുപിടിക്കുന്നത് എന്ന് പറയുമ്പോഴും അറിയില്ല എന്നൊരു വാചകം. വെറും അറിയില്ല എന്ന് പറയുമ്പോഴും കൃത്യമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് വരാൻ തന്നെയാണ് രാഹുൽ ശ്രമിക്കുന്നതെന്ന് ഓരോ ദിവസവും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോഴിതാ നോക്കൂ, ഫെന്നി നൈനാനെ കൃത്യമായി പുറത്തു നിന്ന് താങ്ങി പിന്തുണച്ച് കൃത്യമായ രാഹുലിൻ്റെ മാസ്റ്റർ ബ്രെയിനിലൂടെയാണ് അതിജീവിതയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ മുഴുവനും വൃത്തികേടുകളും അധിക്ഷേപങ്ങളും പറഞ്ഞത് എന്ന് SIT തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പകലിൽ രാഹുലല്ലാതെ ആരുമില്ല. ഫെന്നി നൈനാനിൻ്റെ ശബ്ദമായി കരങ്ങളായി പ്രവർത്തിക്കുന്നത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു പ്രശ്നം, ഒരു സ്ത്രീക്ക് കേരളത്തിൽ ഒരു വിഷയം വന്നാൽ ഒരു നാണവും മാനവുമില്ലാതെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറയുകയാണ്, അതിജീവിതക്കൊപ്പം നമ്മൾ നിൽക്കണ്ടേ, സ്ത്രീകളുടെ വിഷയത്തെ നമ്മൾ ഏറ്റുപിടിക്കണ്ടേ. സൈക്കോയാണോ ഈ മനുഷ്യൻ? അത് ഈ മനുഷ്യന് തലയ്ക്ക് സ്ഥിരതയില്ലേ എന്ന് പോലും സാമാന്യ ജനങ്ങൾ ചിന്തിക്കുന്ന ഉളുപ്പില്ലായ്മയുടെ പര്യായമായ രാഹുൽ എന്ന് പറയുന്ന വിഴുപ്പിനെ ഇപ്പോഴും പരസ്യമായി ചുമക്കുന്ന UDFനും പാലക്കാട്ടെ വിധിയാണ് ഇനി തിരിച്ചടിയാകാൻ പോകുന്നത്. കൃത്യമായി എഴുതി കാത്തിരിക്കാം നമുക്ക്. രാഹുൽ വിഷയത്തിൽ പാലക്കാട് എന്ന് പറയുന്ന മതേതര മണ്ണിനെ, ഈ നാടിന് മുഴുവനും, ഈ കേരളത്തിൽ മുഴുവനും നാണം കെടുത്തിയതിന് പാലക്കാട്ടുകാർ കൃത്യമായ മറുപടി കൊടുക്കുന്ന ദിവസമാണ് വരാനിരിക്കുന്നത്.